പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങൾ തുടങ്ങിയ ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് ഞങ്ങളുടെ വിജയം. എന്റെ കുടുംബം എന്ന് പറയുന്നത്, എന്റെ പേര് ഗിരീഷ്, കുണ്ടായത്തോട് കരിമ്പാടം കോളനി, തോണിച്ചിറ കുണ്ടായത്തോട്. ബ്ലൈൻഡാണ്. എന്റെ വൈഫ് ഒരു പാർഷ്യലി ബ്ലൈൻഡാണ്. 2 മക്കളാണുള്ളത്. ഒന്നിന്റെ പേര് വൈഗ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മറ്റേ ഒരു മോനാണ്. മോന്റെ പേര് വിവേക്, അംഗനവാടിയിൽ പഠിക്കുന്നു. 3 വയസ്സായി. ഞാൻ കോഴിക്കോട് കാലിക്കറ്റ് വീരാംഗ വിദ്യാലയത്തിലായിരുന്നു 7ാം ക്ലാസ് വരെ പഠിച്ചത്. 8 മുതൽ ചെറുപുഴ ഹൈസ്കൂളിൽ, പ്രീ ഡിഗ്രി സെന്റ് മേരീസ് കോളേജ് ബത്തേരി, ഡിഗ്രി ഫറൂഖ് കോളേജ്. ഇതായിരുന്നു എൻ്റെ വിദ്യാഭ്യാസം. ഇപ്പോൾ ലോട്ടറി കച്ചവടം, ഉത്സവ പറമ്പിൽ ടൂറിസം ഒക്കെ ആയിട്ട് പോകുന്നു. എന്തായാലും കുട്ടികളുടെ പ്രോത്സാഹനമാണല്ലോ നമ്മുടെ സന്തോഷം. അതുകൊണ്ട് തന്നെയാണ് ഒരു ചെറിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിച്ചു. നിങ്ങളെല്ലാവരുടെയും അകമഞ്ഞ സഹായ സഹകരണം ഉണ്ടാകുന്ന പ്രതീക്ഷയോടുകൂടി ഒരു കുട്ടികളുടെ ആഗ്രഹപ്രകാരം ഞാനൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ മിമിക്രിയിലൊക്കെ ചെറിയ ചെറിയ സമ്മാനങ്ങൾ ലഭിച്ചിരുന്നു. അതിനടിസ്ഥാനത്തിൽ കുട്ടികൾ പറയുന്നു മിമിക്രി അവതരിപ്പിക്കണമെന്ന്. അതിനടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ചെറിയ മിമിക്രി അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ. ആദ്യമായി നമ്മളെ ഗോൾബാറിൽ കയറുമ്പോൾ നമ്മൾ ജ്യൂസിന് വെച്ച ഒരു മിക്സി അടിക്കുന്നു. ആ മിക്സി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ആ മിക്സി കേടാവുന്നു. ഇതാണ് സംഭവിക്കുന്നത്. നമുക്ക് നോക്കാം. പിന്നീട് കോഴി മുട്ടയിടാൻ പോകുന്നു. അതേപോലെ തന്നെ മുട്ടയിട്ട് തോൽക്കും. പിന്നീട് ഒരു പട്ടിക്കുട്ടിയെ ഒരു കുട്ടി കല്ലെടുത്തെറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിങ്സ്. പിന്നീട് ഞങ്ങൾ ഒരു നഗരത്തിലൂടെ യാത്ര ചെയ്യിച്ചു. ഒരുപാട് വാഹനങ്ങൾ കിടേണ്ടതായി. ആദ്യമായി ഒരു ഓട്ടോറിക്ഷ, പിന്നീട് ഞാൻ കണ്ടത് ഒരു ലോറി മലമുകളിലേക്ക് കയറ്റുകയായിരുന്നു. പിന്നീട് ഒരു ജീപ്പ്, പിന്നീട് ഒരു കുതിരവണ്ടി. പിന്നീട് ഞാൻ കാണുന്നത് ബസ് സ്റ്റാൻഡിൽ ഒരു ആയുർവേദ കച്ചവടക്കാരനായിരുന്നു. വാദസംബന്ധമായും താഴ്ത്തബന്ധമായും അർമ്മസംബന്ധമായും ഉണ്ടാകുന്ന കടത്തിലെ പുകത്തിലെ തരുമ്പ് നാശകം മർമ്മത്തി പഴം ചോലക്കം അടികൊണ്ട് ഇടികൊണ്ട് നട്ടുകൊണ്ട് മുട്ടുകൊണ്ട് വീഴ്ച കൊണ്ട് ഉണ്ടാകുന്ന
പരിക്കുകൾക്ക് വളരെ വിശേഷപ്പെട്ട തൈലമാണ് ഞങ്ങൾ ഇവിടെ വിട്ടുകൊണ്ടിരുന്നത്. ആപവാദം, അന്തവാദം, മുളന്തവാദം, ഇള്ളവാദം, രക്തവാദം, ചുടവാദം എന്നീ 8 വിധ വാദരോഗങ്ങൾക്ക് അത്യുത്തമമായ തൈലം. ജീവകം, ഇടവകം, മേധ, മഹാമേധ, കാട്ടുകൊണ്ട്, ചിറ്റരം, ചിറ്റാമൃത്, മണിക്കുതിരിക്ക്, മേരുമേൽ, പറ്റി, അങ്കുരം, കോലത്ത്, ചതോപാദാവതാരം തുടങ്ങി അനവധി പച്ചമരുന്നുകൾ കോഴുമണയിൽ സമചന്ദ്രയാകുന്ന ഔഷധമാണ്. കളിമൺ തോന്നുന്നേ മായമില്ല മറു മായമില്ല തോന്നുന്നത് മായത്തിനെത്തട പാമ്പിനെത്തട പണം പോയിട്ട് പവർ വേണ്ട മക്കളെ ഊരവേദന പാമ്പുകളെ ഓരോ ഒക്കെ തൈലം വാങ്ങി തേച്ച് കുളിച്ചോളി മക്കളെ ചിത്തമടക്കളി മറുമണത്തിലാണ് 4448 നാടിനിരപ്പ് 107 ബർമ്മസ്ഥാനങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ഇത്തരം ഭാഗത്ത് പറയുന്നത്. നെഞ്ചത്തൊമ്പത് പുറത്തു പതിനാല് കഴിച്ചിട്ടുണ്ട് തലയിൽ ഓരോ കാര്യം പറയുന്നത് ബർമ്മസ്ഥാനങ്ങൾ തലമുറ മുലയുടെ കീഴ്ഭാഗത്തുള്ള ബർമ്മസ്ഥാനത്തിന് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. തൈലം പൊട്ടി ചൂട് പിടിക്കുന്നത് നന്നായിരിക്കും. 6 മാസം 1 കൊല്ലം മരണം വരെ സംഭവിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ശത്രുവാണെങ്കിൽ ഉപദേശം വിടാനാണ് തമിഴ്നാട്ടിലൊക്കെ പറയാറ്. അതുകൊണ്ട് തന്നെ ചിത്തമല കളരി മറമടത്തേക്കാണ് കടമ്പൽ സുഹൃത്തുക്കളെ മായമില്ല മായമില്ല. കടിയിൽ കിടന്ന ശിശുവിനെ തൊഴിൽ കിടന്ന കൊടുത്തനും ആവശ്യമാണ് പാൽക്കായം. അപ്പം പാൽക്കായം ഇല്ലാത്ത നാട് കാടാണ്. ഓക്കെ.